ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 24 വെള്ളിയാഴ്ചയാണ്. വെസ്റ്റ് ഏഷ്യൻ വാർ 56-ാമത്തെ ദിവസത്തേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ എങ്ങും എത്തിയില്ല എന്ന ആശങ്കയും വർദ്ധിച്ചു വരുന്ന ക്രൂഡ് ഓയിൽ വിലയും വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $105 മുകളിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇതിനിടെ ഇന്നലെ ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രസ്താവന അങ്ങേയറ്റം ചർച്ചയിൽ വന്നിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ സുരക്ഷാ പ്രതിസന്ധി ലോകം നേരിടുന്നു എന്ന് അവർ പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന ക്രൂഡ് ഓയിൽ പ്രൈസുകളൊക്കെ കാരണം ഇന്നലെ വീണ്ടും നിഫ്റ്റിയും സെൻസെക്സും തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ദിവസവും ഇടിഞ്ഞു. ഫാർമ മാത്രമാണ് ഇന്നലെ ഒന്ന് പിടിച്ചു നിന്നത്. IT ഇൻഡെക്സ് ഇടിയുകയുണ്ടായി. ഇന്നലെ മാർക്കറ്റ് അവറിന് ശേഷമാണ് ഇൻഫോസിസിൻ്റെ റിസൾട്ട് പുറത്തു വരുന്നത്. ഇൻഫോസിസിൻ്റെ പ്രോഫിറ്റായി പുറത്തു വന്നത് 8,501 കോടി രൂപയാണ്. അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 27.8% വർധനമാണ് പ്രോഫിറ്റിൽ വന്നത്. റവന്യൂവിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 2% വർധനവ് വന്നു. റവന്യൂ അതുപോലെ പ്രോഫിറ്റും ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആയിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഫിനാൻഷ്യൽ ഇയർ 2027 ഗൈഡൻസ് അവർ കുറച്ചിട്ടുണ്ട്. 1.5% മുതൽ 3.5% വരെയാണ് വളർച്ച അവർ പ്രതീക്ഷിക്കുന്നത്. മുൻപ് അത് 3 മുതൽ 3.5% വരെ ആയിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 4%, വിപ്രോ 3.79% ഇടിയുകയുണ്ടായി. അതായത് ഈ Q4 റിസൾട്ടുകളിൽ ഇപ്പോൾ ഒട്ടുമിക്ക IT കമ്പനികളുടെ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ പ്രമുഖ IT കമ്പനികളും എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്തതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.63% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,212 എന്ന നിലയിലാണ്. അപ്പോൾ ഏകദേശം ഒരു 50 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് സാധ്യത കാണുന്നത്. US മാർക്കറ്റുകളിലേക്ക് ഇന്നലെ US മാർക്കറ്റുകളെല്ലാം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.36% ഇടിഞ്ഞു. S&P 500 0.41%, നാസ്ഡാക്ക് 0.89% ഇടിവുമാണ് ഉണ്ടാക്കിയത്. സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്നലെ US വിപണി ഇടിയാൻ കാരണമായത്. ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കി. ഒരു വലിയ കാർഗോ ഷിപ്പ് കമാൻഡോസ് പിടിച്ചെടുത്ത വീഡിയോ പുറത്തുവിട്ടു. US നേവൽ ബ്ലോക്കേഡ് നീക്കണമെന്ന് ടെഹ്റാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നലെ US വിപണി ഇടിയാൻ കാരണമായത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കാനുണ്ട്. അതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. അതിനു മുന്നേ ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ടാണ്. ഏതൊക്കെ കമ്പനികളുടെ റിസൾട്ടാണ് വരുന്നത് എന്ന് നമുക്ക് പറയാം. അതിനു മുന്നേ ഇന്നലെ പുറത്തു വന്ന കമ്പനികളുടെ റിസൾട്ടിലേക്കാണ്. ആദ്യം സിയൻറ്റ് നെറ്റ് പ്രോഫിറ്റിൽ വലിയ ഇടിവാണ്. 64.9% ഇടിവ് വന്നു. 65.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 0.92% വർധനവ് മാത്രം. 1926.9 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തത്. അടുത്ത ടാറ്റ ക്യാപിറ്റലാണ്. പ്രോഫിറ്റിൽ 80.6% വർധനവ് രേഖപ്പെടുത്തി. 1182.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 17.4% വർധനവ് വന്നിരിക്കുന്നു. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 0.57 പ്രഖ്യാപിച്ചത്. അടുത്ത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 10.8% വർധനമാണ് വന്നിരിക്കുന്നത്. 129.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22.5% വർധനവ് വന്നു. 174.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 2 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് LTM എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 22.9% വർധനവ് വന്നു. 1387.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 15.6% വർധനവ് വന്നിരിക്കുന്നു. 11,291.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 53 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് എന്ന കമ്പനി. പ്രോഫിറ്റായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്തവണ 20.19 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി നഷ്ടത്തിലായിരുന്നു. 6.75 കോടി രൂപ നഷ്ടത്തിലായിരുന്നു. അടുത്തത് അതിൻ്റെ തന്നെ റവന്യൂ. അതിൽ 14.1% വർധനവ് വന്നിരിക്കുന്നു. 1791.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി UTI അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ലോസായി ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 51.44 കോടി രൂപയാണ്.
കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 101.99 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. അവിടെ നിന്നും നഷ്ടത്തിലേക്ക് പോയിരിക്കുന്നു. റവന്യൂവിൽ ചെറിയ വർധനവ് മാത്രം 3.8% വർധനവ് വന്നു. 390.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 40 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്ത CEI ഓട്ടോമോട്ടീവ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 20.8% വർധനവ് വന്നപ്പോൾ 249.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 14.9% വർധനവ് വന്നു. 2612 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റിസൾട്ട്, ശ്രീറാം ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അദാനി ഗ്രീൻ എനർജി, കാൻഫിൻ ഹോംസ്, ചെന്നൈ പെട്രോളിയം, DCB ബാങ്ക്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ലോധ ഡെവലപ്പേഴ്സ്, L&T ഫിനാൻസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ്, സുപ്രീം പെട്രോ കെമിക്കൽസ്, തൻല പ്ലാറ്റ്ഫോം, സെൻസർ ടെക്നോളജീസ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കമ്പനികളായി വരുന്നത്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സെയിൽ എന്ന കമ്പനി മാത്രമാണ്. അടുത്ത FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 3255 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 941 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 24,173-ൽ 205 പോയിൻറ്റ്സ് ഉയർന്നാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്സൈഡിലെ ഈ ഒരു സോൺ, അതായത് 24,420 മുതൽ 24,575 വരെയുള്ള ഈ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് മുകളിലായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇനി നമുക്കൊരു അപ്സൈഡിലേക്കുള്ള ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അവിടെ നിന്നും കൃത്യമായിട്ട് ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്ത് ഒടുവിൽ അവിടെ നിന്നും ഒരു റിവേഴ്സൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഡൗൺ സൈഡിൽ ഈ ഒരു സോൺ തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ള ഒരു സോണാണ്. കൂടാതെ ഡൗൺ സൈഡിലെ ആ ഒരു സ്ലോപ്പിംഗ് ട്രെൻഡ് ലൈനും ഏകദേശം ആ ഒരു ഏരിയയിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഡൗൺ സൈഡിൽ ആ ഒരു സോൺ എന്തായാലും നിർണായകമാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്കൊരു റിവേഴ്സൽ ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 56,305-ൽ 819 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞതുപോലെ 56,120 വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. അതിനോട് അടുത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നതും. ഇനി അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 54,988. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റർ, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.